MSA സന്യാസ സഭയുടെ സ്ഥാപകൻ ധന്യനായ ജോസഫ് പഞ്ഞിക്കാരന്റെ ആത്മീയത. ഒരു വ്യക്തിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും തന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ, സമീപനങ്ങൾ, പ്രചോദനങ്ങൾ എന്നിവയെ വ്യക്തമാക്കുന്നു. മനുഷ്യൻ ആന്തരികവും ബാഹ്യവും എന്ന രണ്ട് തലങ്ങളുടെയും സംയോജനമായതിനാൽ അവന്റെ ഉള്ളിലെ ആന്തരിക സാരാംശം അവൻ പുറമേയുള്ള പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നു. അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അവന്റെ യഥാർത്ഥമായ ആത്മീയതയിൽ നിന്നാണ് ഉരുവാകുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. MSAയുടെ സ്ഥാപകനായ ധന്യൻ ജോസഫ് സി പഞ്ഞിക്കാരൻ ദൈവിക ദർശനം കൈവശം വെച്ച അത്യുന്നത യോഗ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതേസമയം പ്രവാചകനായ യേശയ്യായുടെ മഹത്തായ ദർശനം, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നത് പഞ്ഞിക്കാരനച്ഛന്റെയും ജീവിത ദർശനമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ദൈവസ്നേഹത്തിലേക്കുള്ള നിരന്തരമായ ഒരു യാത്രയായിരുന്നു. ബാല്യകാലം മുതലേ തന്റെ പഠനമേശയിലെ ക്രൂശനായ ക്രിസ്തുവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാനുള്ള ശീലം ജോസഫ് വളർത്തിയെടുത്തു. തന്റെ പ്രായത്തിനും പക്വതയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ചെറിയ ചെറിയ ആത്മസംയമനങ്ങളും ദാനപ്രവൃത്തികളും വഴിയായി ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന ആഴത്തിലുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ കുഷ്ഠരോഗികൾക്ക് തങ്ങളെ തന്നെ ശുചീകരിക്കാനും വസ്ത്രദാനം ചെയ്യാനും സഹായിക്കുക, സഹായമില്ലാത്തവരെ പോഷിപ്പിക്കുക, ആവശ്യമുള്ള തുകകൾ കടമായി നൽകുക, വഴിമുട്ടിയവർക്ക് അവരുടെ വീടുകളിലെത്താൻ സഹായം നൽകുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടു. നിങ്ങൾ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന യേശുവിന്റെ വാക്കുകളാണ് ഈ ദാനപ്രവൃത്തികൾക്ക് പ്രചോദനമായ ശക്തിയെന്ന് അദ്ദേഹം തന്റെ വ്യക്തിഗത ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിയുള്ള കുടുംബാന്തരീക്ഷവും പിതാവിന്റെ മാർഗനിർദ്ദേശവും ജീവിത മാതൃകയും ചേർന്ന് ബാല്യകാലം മുതലേ അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിച്ചു. രാവിലെ നിത്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ചെറിയ ത്യാഗങ്ങളും ആത്മസംയമങ്ങളും അനുഷ്ഠിക്കുക, മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുക, മുതിർന്നവരോടും അധികാരസ്ഥരോടും ആദരവ് കാണിക്കുക എന്നിവ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ലഭിച്ച, ബാല്യകാലത്ത് തന്നെ ലഭിച്ച വ്യക്തമായ നിർദ്ദേശങ്ങളായിരുന്നു. ബാല്യകാലത്ത് തന്നെ സ്വമാതാവിനെ അകാലത്തിൽ നഷ്ടപ്പെട്ടത് സ്വർഗീയ മാതാവായ മറിയത്തോടുള്ള ആഴത്തിലുള്ള അടുപ്പവും സ്നേഹവും ചെറുപ്പം മുതലേ വളരാൻ കാരണമായിരിക്കാമെന്നതും സ്മരണീയമാണ്. ജോസഫ് പഞ്ഞിക്കാരൻ വിദ്യാഭ്യാസപരമായി മികവുറ്റവനും ആത്മീയ പ്രചോദനങ്ങളാൽ സമ്പന്നനുമായിരുന്നു. ക്രൂശിലെ യേശുവിന്റെ ദുഃഖവും മരണവും അദ്ദേഹം ആഴത്തിൽ ധ്യാനിച്ചു. കുരിശ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവപിതാവിന്റെ അളവറ്റ സ്നേഹത്തിന്റെയും കരുണയുടെയും ദൃശ്യചിഹ്നമാണെന്ന് ഉള്ള ബോധ്യത്തിൽ അദ്ദേഹം വളർന്നു വന്നു. ദൈവത്തിന്റെ നിബന്ധനകളില്ലാത്ത സ്നേഹത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം ആ സ്നേഹം വ്യക്തമായ ജീവകാരുണ്യ പ്രവൃത്തികളിലൂടെ, പ്രത്യേകിച്ച് ദൈവസ്നേഹം അറിഞ്ഞോ അനുഭവിച്ചിട്ടോ ഇല്ലാത്തവരോട് ശക്തമായി പങ്കുവയ്ക്കുവാൻ കൃപ തേടി. ക്രമേണ ഇതൊരു ആന്തരിക ആവേശമായി മാറി. ജീവിതത്തിലെ വേദനയും പോരാട്ടങ്ങളും അനുഭവിക്കുന്ന എല്ലാവരോടും കരുണാപൂർവമായ പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ കരുണ പങ്കുവയ്ക്കുവാൻ അതുവഴി അദ്ദേഹം പ്രേരിപ്പിക്കപ്പെട്ടു. ദൈവപരിപാലനത്തിൽ ജോസഫ് പഞ്ഞിക്കാരന് അതീവ ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. സൗമ്യവും വിനീതവുമായ യേശുവിന്റെ ഹൃദയത്തോടുള്ള തന്റെ ഭക്തിയിലൂടെ ക്ഷമയുടെ ആത്മാവിനെ അദ്ദേഹം ഉൾക്കൊണ്ടു. കരുണയും വിനയവും ജോസഫ് പഞ്ഞിക്കാരന്റെ സ്ഥിരമായ വ്യക്തിത്വ ഗുണങ്ങളായി മാറിയ സവിശേഷതകളായിരുന്നു. ബാല്യകാലം മുതലേ വിശുദ്ധ യൗസേപ്പിനോട് ജോസഫിന് ആഴമുള്ളതും അടുപ്പമുള്ളതുമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനാൽ സഹായം തേടിയെത്തുന്ന എല്ലാവരെയും പിതൃസ്നേഹത്തോടെ പരിചരിക്കാനും പിന്തുണ നൽകാനും വേണ്ട ഗുണങ്ങൾ അദ്ദേഹത്തിൽ വളർന്നു. ഏത് ആവശ്യനേരത്തും വിശുദ്ധ യൗസേപ്പിനെ സമീപിക്കാമെന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനുഷ്യശക്തിക്കപ്പുറം പരിഹാരങ്ങൾ ആവശ്യമായ പ്രശ്നങ്ങളുമായി തന്നെ സമീപിച്ചവർക്കുള്ള അദ്ദേഹത്തിന്റെ പതിവായ ഉപദേശം
വിശുദ്ധ യൗസേപ്പിന്റെ പക്കൽ പോവുക എന്നതായിരുന്നു. ഈ ഉപദേശം പലപ്പോഴും അപ്രതീക്ഷിതമായ പരിഹാരങ്ങളിലേക്കും നയിച്ചതായി അനേകം ഉപകാരികളും സഭയിലെ ആദ്യകാല സഹോദരിമാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ എല്ലാ ആവശ്യങ്ങളിലും മരണസമയത്ത് പോലും പഞ്ഞക്കാരനത്തിന്റെ ആദ്യ ആശ്രയം വിശുദ്ധ യൗസേപ്പിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. തന്റെ നവോദിതമായ സന്യാസ സമൂഹത്തെ യൗസേപ്പിതാവിന്റെ പിതൃപരിപാലനത്തിനായി സമർപ്പിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിനായി അദ്ദേഹം യഹോവാസം വെടിഞ്ഞതും വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയുടെ ഉത്തമമായ മാതൃകയത്രേ.